ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബാലചന്ദ്രനും അതുപോലെ കൊച്ചും കൂടി ഓടി നടക്കുവാണ് അലീന എവിടെയാണെന്ന് അറിയാൻ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി നേരെ ഈ ശിവനും അതുപോലെ രാജീവനും താമസിക്കുന്ന ഹോട്ടലിലേക്ക് വന്നു. അങ്ങോട്ടേക്ക് വന്നിട്ട് കൊച്ചിനെ വണ്ടിയിൽ ഇരുത്തിയിട്ട് അങ്ങ് ഇവന്മാരെ കാണാനായിട്ട് അകത്തേക്ക് കയറുക ബാലൻ. അപ്പോൾ കൃഷ്ണയ്ക്ക് ഭയങ്കര പേടി. കൃഷ്ണ ടെൻഷനായിട്ട് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക. അവിടെ ചെന്നു അവൻ്റെ വാതിലിൽ കൊട്ടി അവന്മാർ വന്ന് വാതിൽ തുറന്നു. ഓ നീയോ, നിനക്കത് എവിടെ കാര്യമെന്ന് ശിവൻ ചോദിക്കുക. അപ്പോൾ എൻ്റെ അളിയന്മാർ താമസിക്കുന്ന മുറിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓ ഇതാണല്ലേ പെങ്ങളെ ശുശ്രൂഷിക്കാനാണെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് ആങ്ങളമാർ തിന്നു കുടിച്ച് കിടക്കുന്ന മുറി എന്ന് ബാലചന്ദ്രൻ ചോദിക്കുക. പെങ്ങൾക്ക് വായുഗുളിക പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഇതുവരെ. ഫാർമസിയിലോ ലാബിലോ സ്കാനിങ്ങിലോ എത്തിപ്പോലും നോക്കിയിട്ടില്ല. അപ്പോൾ ക്യാഷ് കൗണ്ടർ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. പെങ്ങളെ നോക്കാനായിട്ട് വന്ന് കിടക്കാനായിട്ട് പൂങ്ങളമാരെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പറയുമ്പം, ബാലചന്ദ്ര ഇത് ഞങ്ങൾ കാശ് കൊടുത്ത് റെൻ്റ് എടുത്തിരിക്കുന്ന റൂമാണ്, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ല. റൂം റെൻ്റ് പേ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തര പ്രസംഗമൊക്കെ അവിടെ നിൽക്കട്ടോ. അലീന എന്തിയടോ എന്ന് ചോദിച്ചു. എൻ്റെ മോള്. തൻ്റെ ഒരു മോള് നാണം ഇല്ലേടോ തനിക്ക്? ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത് പറയാനും ചോദിക്കുമ്പോൾ ഞാനിതിനാണോ നാണിക്കുന്നത്? എൻ്റെ മോളാവള്. ഞാൻ DNA ടെസ്റ്റ് പോലും നടത്തിയിട്ടാ അവൾ എൻ്റെ മോളായിട്ട് സ്വീകരിച്ചതെന്ന് പറയുമ്പം മിണ്ടരുത് നീ. ഞങ്ങളുടെ പെങ്ങളെ യാതൊരു ഉളുപ്പുമില്ലാണ്ട് ഇത്രയും കാലം വഞ്ചിച്ചിട്ട് നീ കോപ്പിൽ ന്യായം പറയുന്നോടാ ചോദിച്ചുകൊണ്ട് ശിവൻ വലിയ ഷോ കാണിക്കാം. തെരുവ് തോറും അലഞ്ഞടക്കുന്ന പട്ടിക്ക് പലയിടത്തും കുഞ്ഞുങ്ങൾ ജനിക്കും. അവറ്റൊക്കെ അന്തസ്സും അഭിമാനമുള്ളവർ ജീവിക്കുന്ന കുടുംബത്തിൽ വിളിച്ച് കയറ്റി മകളായിട്ടും മാനസപുത്രിയായിട്ടൊക്കെ വാഴിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ എന്നും പറഞ്ഞ് ഈ രാജീവൻ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല ഞങ്ങള്. അയ്യോ സോറി രാജീവ കുമാര, ഞാൻ അവളെ വാഴിച്ചു കഴിഞ്ഞു എൻ്റെ മകളായിട്ട്. ഇനി എനിക്ക് അവളെ സംരക്ഷിച്ചേ പറ്റൂ. ചേട്ടത്തരം കാണിച്ചിട്ട് നീ ഞങ്ങളെ കളിയാക്കാണോടാ എന്ന് രാജീവൻ. ക്ഷമയുടെ നെല്ലിപ്പലകയിൽ ഇറങ്ങിയത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ നിന്നോട് സംസാരിക്കുന്നത്. കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും, ഏത് അറ്റം വരെയും പോകുകടാ എന്ന് രാജീവൻ. ഞങ്ങളിൽ ഒരുത്തൻ ജയിലിൽ കയറേണ്ടി വന്ന കയറൂടാ ഞങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടിയെന്ന് പറയുമ്പം അത് അറിയാടോ, എന്ത് ചെയ്യാനും മടിയില്ലാത്തവനാണ് കൈതക്കൽ മാളിയൽ വീട്ടുകാരെന്ന് എനിക്ക് ശരിക്കും അറിയാടോ എന്ന് നമ്മുടെ ശിവനോടും രാജീവനോടും ബാലേട്ടൻ പറയുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ മോളെവിടെ? അലീന എന്താ ഞങ്ങളുടെ മടിക്കുത്തിലെടുത്ത് വെച്ചേക്കുവാണോടാ? ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ശിവൻ. നീ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കടാ എന്ന് പറഞ്ഞു ഒച്ച വയ്ക്കുമ്പം അല്ല പിന്നെ ശിവേട്ടാ ഇത് കുട്ടിക്കളിയല്ല. എൻ്റെ മോൾക്കൊരു പോറലെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടൽ കടന്ന് എങ്ങോട്ടും പോകാൻ പോണില്ല എന്ന് പറഞ്ഞു. ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. നീ പോയി കൊടുക്കട കംപ്ലൈൻറ്റ്. നീ കാണാൻ പോകുന്ന പോലീസിൻ്റെ അങ്ങേയറ്റത്തെ പോലീസിനെ കണ്ടിട്ട് വരെയാണ് ഞങ്ങളിവിടെ. എന്നാൽ പിന്നെ നിങ്ങൾക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ശരിയാക്കി തരാം. സിംഗപ്പൂരിലോട്ടും ദുബായിലോട്ടും ഒന്നും അല്ലടാ, സെൻട്രൽ ജയിലിലോട്ട്. അപ്പം നീ ഒന്ന് പോയി ഉണ്ടാക്കടാ, നമുക്ക് കാണാമെന്ന് രാജീവൻ പറയുമ്പോൾ കാണാടാ കാണിച്ച് തരാം, ബാലചന്ദ്രൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മുടെ ബാലനെ ഇറങ്ങുമ്പം കഴിഞ്ഞ 22 വർഷം ഞങ്ങളെയും ഞങ്ങളുടെ പെങ്ങളെയും ചതിച്ചുകൊണ്ടിരിക്കല്ലടാ നീയാ എന്ന് രാജീവൻ ബാലനോടൊരു ചോദ്യം. ഞങ്ങളത് നിസാരമായിട്ട് ക്ഷമിച്ച് കളയുമെന്നാണോടാ നീ വിചാരിച്ചതെന്ന് രാജീവൻ ചോദിക്കുക. ബാലൻ കടിച്ചു പിടിച്ച് നിൽക്കുക. വേറൊരു പെണ്ണിൻ്റെ കൂടെ അഴിഞ്ഞാടി ജീവിച്ച് ആ വകയിൽ ഒരു കൊച്ചിനെയും ജനിപ്പിച്ചിട്ടല്ലടാ നീ എൻ്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് രാജീവൻ ചോദിക്കാം. മനസാക്ഷി തൊട്ട് തേച്ചിട്ടുണ്ടോടാ നിനക്ക് ചതിയ എന്നൊക്കെ രാജീവൻ ബാലനോട് ചോദിക്കുമ്പോൾ, നീ കാണിച്ച വഞ്ചനയ്ക്ക് നിന്നെ ഞങ്ങൾ വെറുതെ വിടുമെന്നാണോടാ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? വിടില്ലടാ, നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ബാലചന്ദ്ര. നീ മാത്രമല്ല നിന്റെ പുന്നാര മകളും അനുഭവിക്കും എന്ന് രാജീവൻ പറയുമ്പോൾ പോയ ഇതെല്ലാം കേട്ട ബാലനൊന്ന് തിരിഞ്ഞവന്മാരെ നോക്കി. അപ്പോൾ ബാലന് കാര്യം മനസ്സിലായി. തുറന്ന വാതിൽ അങ്ങനെ തന്നെ അടച്ചിട്ടിങ് വന്നു. ചതയുടെയും വഞ്ചനയുടെയും കഥ പറയുമ്പോൾ എനിക്കൊരു കഥ തിരിച്ചങ്ങോട്ടും പറയാനുണ്ടെന്ന് പറഞ്ഞു ബാലൻ. അപ്പോൾ നിന്റെ കഥയൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് ശിവൻ വന്നു. അപ്പോൾ കേൾക്കണോടോ എന്നും പറഞ്ഞുകൊണ്ട് ചെന്നില്ലേ ബാലൻ. കേൾക്കാതെ വിടത്തില്ല തന്നെ ഞാൻ, തൻ്റെ ചെവിയിലോട്ട് ഞാൻ അടിച്ച് കയറ്റും എന്ന് ബാലചന്ദ്രൻ ഇവന്മാരോട് പറയാം കേട്ടോ. ഇവന്മാർ ഞെട്ടി നിൽക്കുക. നിനക്ക് എന്നാ കോപ്പാടാ പറയാനുള്ളത്? നീ പറ, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് രാജീവൻ. പണ്ട് കൊല്ലപ്പള്ളിയിൽ നിന്ന് ഒരു പെണ്ണ് ആഗ്രയ്ക്ക് പോയി ഏതാണ്ട് 2-2.5 വർഷക്കാലം അവിടെ താമസിച്ചു. അപ്പോഴേക്കും ഇവന്മാരുടെ പതുക്കെ താന്നു തുടങ്ങി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അതിനിടയ്ക്ക് അവളൊരു പട്ടാളക്കാരനെ അങ്ങ് കയറി സ്നേഹിച്ചു. അവൻ്റെ കൂടെ കുറേ നാളങ്ങ് ജീവിച്ചു. വീട്ടുകാരന്വേഷിച്ച് ചെന്നപ്പം അവൾ പൂർണ്ണ ഗർഭിണി. അയ്യോ പേടിച്ച് വിറച്ച് ഇങ്ങനെ രണ്ടാവന്മാരും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. മിണ്ടാട്ടം മുട്ടിപ്പോയി, നാവ് ഇറങ്ങിപ്പോയ പോലെ നിൽക്കുക. വീട്ടുകാരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് അവളെ അപ്പം തന്നെ തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് തിരുവനന്തപുരത്തേക്കാക്കി. കൃത്യമായിട്ട് പറഞ്ഞാൽ ശാസ്തമംഗലത്ത് ഒരു വീട്ടിൽ. അമ്മമാർക്കെല്ലാം പറയാനുണ്ടോ? പിന്നെ നിലത്തുനിന്ന് മുകളിലോട്ട് കണ്ണു പൊങ്ങിയിട്ടില്ല, ഇങ്ങനെ നിൽക്കുക. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച്
അതീവ രഹസ്യമായിട്ട് അവളുടെ പ്രസവം അങ്ങ് നടത്തി. ജനിച്ച കുഞ്ഞിനെ ഏതോ ഓർഫണേജിന് എറിഞ്ഞു കൊടുത്തിട്ട് വീട്ടുകാർ അവളെ കൊല്ലപ്പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടെത്തിച്ചു. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞ് തന്തയും തള്ളയും ആങ്ങളമാരും കൂടെ ചേർന്ന് പുന്നാര പെങ്ങളുടെ കല്യാണം കെങ്കേമായിട്ടങ്ങ് നടത്തി. മാര് മിണ്ടണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം തന്നെ. പിന്നെ എന്താ ശരിയല്ലേന്ന് ചോദിച്ചു ബാലേട്ടൻ. എന്താടോ അവളുടെ പേരെന്താന്ന് നിനക്കൊക്കെ അറിയണ്ടേന്ന് ചോദിച്ചു. വൈജയന്തി എന്ന് ബാലൻ പറയുമ്പോൾ തറയിൽ കിടക്കുക കണ്ണ്. അപ്പോൾ അവളുടെ തറവാടോ കൈതയ്ക്കൽ മാളിക വീട്. എന്തൊരു അന്തസ് എന്നും ചോദിച്ചാൽ നമ്മുടെ ബാലേട്ടനവന്മാരെ അടിച്ച് വീഴ്ത്തിയില്ലേ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ബാക്കിയൂടെ ഞാനങ്ങ് പൂർത്തിയാക്കിയേക്കാം. അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഹതഭാഗ്യവാന്റെ പേര് നെടുപുരയ്ക്കൽ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുമ്പോഴും ഇവന്മാരൊന്നും മിണ്ടുന്നില്ല. ശിവനാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. കൊള്ളാവോ എൻ്റെ കഥ, സൂപ്പർ അല്ലാടാ എന്ന് ബാലൻ ഇവന്മാരോട് ചോദിച്ചു. അപ്പോഴും ഇവന്മാർക്ക് മിണ്ടാട്ടില്ല, മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക അവിടെ. എന്താടോ നീയൊന്നും മിണ്ടാത്തേ, ഇത്ര നേരം കുരച്ചുകൊണ്ടെന്ന് ശിവനോട് ചോദിച്ചു. ഇപ്പം തനിക്ക് കുരയ്ക്കണ്ടേന്നും ചോദിച്ചു. ഞാൻ ഇത്രയും കാലം ഭാര്യയെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് ഓറഞ്ഞു തുള്ളിയ രാജീവൻ തമ്പുരാന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ബാലൻ ചോദിക്കുക. ഇവൻ നിന്നങ്ങ് ഉരുക്കി തീർന്ന് നിൽക്കല്ലേ. സിംഗപ്പൂരുകാരൻ മേനോന്റെ വായിലെന്താ പഴമാണോന്നും മിണ്ടാൻ വയ്യ ആണോ എന്നൊക്കെ ബാലൻ ചോദിക്കുക. അപ്പൊ ബാലചന്ദ്ര, നീ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് വെറുതെ ചുമ്മാ വല്ലവനും വല്ലതും ഒക്കെ എന്ന് പറഞ്ഞ ശിവൻ. വല്ലവരുമോ? ഗംഗാധര മേനോൻ തന്റെ ആരാടോ? ഒരേ തന്തയ്ക്ക് പറഞ്ഞല്ലേ നിങ്ങൾ, അല്ലെങ്കിൽ പറ അമ്മയ്ക്കേ അറിയുമെന്ന്. അപ്പൊ ബാലചന്ദ്ര, നീലഗിരിയിൽ വീട്ടിലും ഹോട്ടൽ മുറിയിലും വെച്ച് സാക്ഷാൽ ഗംഗാധര മേനോനും മാലതിയേട്ടത്തിയും എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞ സത്യങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതെല്ലാം. അപ്പോഴേക്ക് രാജീവൻ നടുങ്ങി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ബാലന്. ബാലൻ അവിടുന്ന് നേരെ രാജീവൻ്റെ അടുത്തേക്ക് വന്നു. എന്താടാ ഇപ്പം നിന്റെ ചോരയൊന്നും തിളയ്ക്കുന്നില്ലേടാന്ന് ചോദിച്ചു. ഭൂമിയിലെ സദാചാരം മുഴുവൻ ഞാനൊരു ഒറ്റൊരുത്തനായിട്ട് തെറ്റിച്ചതാണെന്ന് അല്പം മുമ്പ് പ്രസംഗിച്ച് നടന്നവനല്ലേ നീ. എന്താടാ പെങ്ങൾ പ്രസവിച്ചതും വ്യഭിചരിച്ചതും മറച്ചു വെച്ച് കല്യാണം നടത്തി തരാൻ അന്ന് നീ ആയിരുന്നല്ലോടാ മുൻപന്തിയിൽ നിന്നതോ. ഇപ്പം എന്താടാ നിനക്കൊന്നും പറയാനില്ലേന്നും ബാലൻ ഇവനോട് ചോദിക്കുമ്പോൾ ഇവനിങ്ങനെ തല കുനിച്ചിങ്ങനെ നിൽക്കുക. പക്ഷെ ഒരു കാര്യം സമ്മതിച്ചു തന്നേ പറ്റുള്ളൂ കേട്ടോ, തൻ്റെ പുന്നാര പെങ്ങളുടെ അഭിനയം. അവളുടെ മുന്നിൽ താനൊക്കെ വെറും ശിശുവാടോ, വെറും ശിശു. ലോകത്തിലെ ഏറ്റവും പരിശുദ്ധിയും പതിവ്രതയുമായ ഭാര്യ എന്നുള്ള മട്ടിൽ കഴിഞ്ഞ 22 വർഷം എൻ്റെ ഭാര്യയായി എൻ്റെ വീട്ടിലവൾ കഴിഞ്ഞു. അതും എങ്ങനെയാ? ഒരിക്കൽ സ്നേഹിച്ചവനെയാണ് ഓരോ നിമിഷവും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റബോധമോ മനസ്സലിവോ തരിമ്പ് പോലും ഇല്ലാതെ അവളാണടാ പെണ്ണ്. ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ആൾരൂപം പോലെ സമ്മതിക്കണ്ടേ അവളെ? സമ്മതിച്ചു കൊടുക്കണ്ടേടാ. സമ്മതിച്ചേ പറ്റുള്ളൂ എന്നും രാജീവിൻ്റെ മുന്നിൽ വന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ പറയുവാട്ടോ. അപ്പോഴും ഇവന്മാർക്ക് മിണ്ടാട്ടമില്ല. മിണ്ടാതെ നാവിറങ്ങിപ്പോയതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഞാൻ ഈ കാര്യങ്ങളൊന്നും ഇതുവരെ വൈജയോട് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ബാലൻ ഇവന്മാരോട് പറഞ്ഞു. ഇപ്പം പറഞ്ഞാൽ എന്ത്, പറഞ്ഞില്ലെങ്കിൽ എന്ത്, മനുവിനറിയാം, പിന്നെ എൻ്റെ കൃഷ്ണമോൾക്കും അറിയാമെന്ന് പറയുമ്പോഴേക്കും ഞെട്ടലോടെ ഇവന്മാർ പിന്നെയും ബാലനെ നോക്കും. ഞെട്ടി അവന്മാരുടെ ആയുസ് തീരുന്ന ലക്ഷണമാണ് കാണുന്നത്. അവരും ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ പറയും. എൻ്റെ മോളെ ഒരു കേടും കൂടാതെ എനിക്ക് തിരിച്ച് തന്നില്ലെങ്കിൽ ഞാനിതൊക്കെ ചെണ്ട കൊട്ടി വിളംബരം ചെയ്യും. അലീനെ തട്ടിക്കൊണ്ടുപോയി തടങ്കിൽ വെച്ചുകൊണ്ട് ബാലചന്ദ്രനോട് വിലപേശാമെന്ന് പാഠം പഠിപ്പിക്കാമെന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് കൊല്ലപ്പള്ളിയിൽ കൊണ്ട് വച്ചേക്ക, ഇവിടെ അത് ചിലവാകത്തില്ല എന്ന് ബാലൻ ഇവന്മാരോട് പറയുക. പിന്നെ അത്യാവശ്യം കളിക്കേണ്ട കളികളൊക്കെ അറിയാവുന്നവൻ തന്നെയാടാ ബാലചന്ദ്രൻ. നിങ്ങൾ പോലീസിന്റെ കൊമ്പത്ത് പിടിച്ചാലേ ഞാൻ ക്യാബിനറ്റിന്റെ കൊമ്പത്ത് പിടിക്കും, നമുക്ക് നോക്കാവിടാന്നും ബാലൻ ഇവന്മാരെ വെല്ലുവിളിക്കുക. ഇവന്മാർ അവിടെ കിടന്ന് എഴയുക ബാലൻ്റെ മുന്നിൽ കിടന്നിട്ടേ, മിണ്ടാട്ടമില്ല. ഞാനിപ്പോൾ എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെയാണ് പോകുന്നത്, പരാതി കൊടുക്കണേ, എന്ത് വേണമെന്ന് നിങ്ങൾ ആലോചിക്കാൻ പറഞ്ഞു. എന്നിട്ട് ബാലൻ അവിടെ നിന്ന് അങ്ങ് പോയി. പോകുന്നതിന് വാതിൽ തുറന്ന ബാലൻ വീണ്ടും ഇവന്മാരെ തിരിഞ്ഞു നോക്കിയിട്ട്, അലീനയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ വെറുതെ വിടില്ല ഞാൻ പറഞ്ഞൊരു വിരലുകൊണ്ട് ഇങ്ങനെ ഓങ്ങി കാണിച്ചിട്ട് അങ്ങ് പോയിട്ടോ. ബാലൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണയ്ക്ക് ഭയങ്കര പേടി, അച്ഛൻ എന്തെങ്കിലും ഒപ്പിക്കുമോ എന്നുള്ള പേടി. അപ്പോഴാണ് അച്ഛൻ ഇറങ്ങി വരുന്നത് കാണുന്നത്. അച്ഛനെ കണ്ടപ്പോഴത്തേക്കും ശ്വാസം നേരെ വീണു കൊച്ചിന്. അപ്പം തന്നെ
കുറേ പേപ്പറുകളും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് നമ്മുടെ ബാലൻ എടുത്തു. ഇപ്പോൾ എന്തോ പരാതി എന്തോ ആയിരുന്നു. ആ സമയത്ത് മോളെ ഞാനതുകൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൊടുത്തിട്ട് വരാം, മോള് സ്റ്റേഷനിലേക്ക് വരണ്ട കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. അച്ഛൻ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ബാലൻ പോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചു. എന്തിന്? ബാലൻ അങ്ങ് പോലീസിനെ കാണാൻ പോവാം. അപ്പോൾ ബാലൻ ചെന്നു, CIയെ കാണുന്നു. അപ്പോൾ പരാതിയായിട്ട് ചെല്ലുന്ന ഹലോ മിസ്റ്റർ ബാലൻ തന്നെ ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം വളരെ മാന്യമായിട്ട് തന്നെ നമ്മുടെ ബാലനോട് ചോദിക്കാം, എന്താണോ ഈ വഴിയൊക്കെ എന്ന് ചോദിച്ചു. വൈഫിൻ്റെ ആക്സിഡൻറ്റിൻ്റെ അന്ന് കണ്ടാണല്ലോ എന്ന് പറയുമ്പം സാറാണ് രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിന്നെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് ബാലൻ പറയാം. ഇപ്പം 3 ദിവസമല്ലേ ആയുള്ളൂ, എങ്ങനെയുണ്ട് വൈഫിനെന്ന് ചോദിക്കുമ്പം കുറേ മാറ്റമൊക്കെ ഉണ്ടെന്ന് ബാലൻ പറയുക. ഞാൻ താങ്കളെ പ്രത്യേകം വന്ന് കണ്ട് നന്ദി പറയാനിരിക്കുകയായിരുന്നു എന്ന് ബാലൻ അദ്ദേഹത്തിനോട് പറയുവാണ്. അപ്പോഴാണ് ഇടയ്ക്ക് വേറൊരു പ്രോബ്ലം. അപ്പോൾ എന്ത് പ്രോബ്ലം ആണെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ മോളെ കാണാനില്ല എന്ന് ബാലൻ അദ്ദേഹത്തിനോട് പറയാം. ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് പറ്റി, എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഒരറിവുമില്ല, ഫോണും ഓഫാണെന്ന് പറഞ്ഞു. പിന്നെ സാർ അടിയന്തരമായിട്ടൊന്ന് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അത് എൻ്റെ ഭാര്യ വീട്ടുകാരെ എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു, വൈഫിൻ്റെ ബ്രദേഴ്സിനെ. അവർക്ക് എന്തിനാണ് നിങ്ങളോട് ശത്രുത എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സാർ ഞാനെല്ലാം ഈ പരാതിയിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, സാർ ഒന്ന് വായിച്ചിട്ട് എത്രയും പെട്ടെന്ന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്ന് ബാലൻ അദ്ദേഹത്തിനോട് പറയൂ കേട്ടോ. എന്തെങ്കിലും തെളിവ് അവർക്കെതിരെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്ന് ചോദിക്കും. സാർ ഒന്ന് വായിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ നോക്കിക്കോളാം, മിസ്റ്റർ ബാലചന്ദ്രൻ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ബാലന് ഭയങ്കര ടെൻഷനായി. ഞങ്ങൾ ഉടൻ തന്നെ ഇറങ്ങിക്കൊള്ളാം, താങ്കളുടെ പരാതി ഞങ്ങൾക്ക് നിസ്സാരമൊന്നും അല്ല എന്ന് അദ്ദേഹം പറയുമ്പം സാർ സമയം പോയിക്കൊണ്ടിരിക്കുക, രാത്രിയാണ്, കിഡ്നാപ്പ് ചെയ്തവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും കടത്തിക്കൊണ്ട് പോകാമെന്ന് ബാലൻ പറയുമ്പം ഞാൻ വേണ്ടത് ചെയ്തോളാം, നിങ്ങൾ സമാധാനമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. താങ്ക് യു സാർ എന്ന് പറഞ്ഞു ബാലൻ. അദ്ദേഹം ആ പരാതി വായിക്കും കേട്ടോ. ബാലൻ വന്ന് വണ്ടിയിൽ കയറി അവരവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗംഗേട്ടൻ ഇവന്മാരുടെ അടുത്തേക്ക് വരുമോ, ശിവൻ്റെയും അതുപോലെ രാജീവൻ്റെ അടുത്തേക്ക് റൂമിലേക്ക് വന്നു. ഡോറിൽ കൊട്ടി രാജീവൻ വന്നു, വാതിൽ പറഞ്ഞു. ഗംഗേട്ട ഇത്ര പെട്ടെന്ന് എത്തിയോ എന്ന് ചോദിച്ചു. അപ്പം ശിവനില്ലേ എന്ന് ചോദിച്ചു. ഇപ്പോൾ വരും, കയറുവാ എന്ന് പറഞ്ഞു. ഇവൻ ഭയങ്കര സ്നേഹപ്രകടനവും ചേട്ടൻ്റെ അകത്തേക്ക് ക്ഷണിക്കലും ഒക്കെ. വീട്ടിൽ പോയായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, നേരെ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു. ഇങ്ങോട്ടുള്ള റൂട്ട് എങ്ങനെയാണ് കിട്ടിയത്? അപ്പം മനു പറഞ്ഞു തന്നാണെന്ന് പറഞ്ഞു. ഓ അവനാണല്ലേ ഗംഗേട്ടൻ്റെ ഈ വരവിൻ്റെ പിറകിലെന്ന് ചോദിക്കുമ്പോൾ എടാ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ബോധമില്ലേ നിനക്കൊന്നും? അപ്പോൾ ഗംഗേട്ട ബാലചന്ദ്രൻ വൈജയോട് എന്താ കാണിച്ചത്? വൈജയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് അവനൊരു വേറെ സ്ത്രീയായിട്ടുള്ള രഹസ്യബന്ധം, അതിലൊരു മകള്, ഇതൊക്കെ വൈജ എങ്ങനെ സഹിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ ശിവേട്ടൻ പുറത്ത് പോയിട്ട് ആടി തൂങ്ങി മുറിയിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഗംഗേട്ടൻ എത്തിയോ? അപ്പം നീ അവിടെ പോയതാണെന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്ന് ബാറിലോട്ട് പോയതാണെന്ന് പറഞ്ഞു, 2 അടിക്കാൻ വേണ്ടിയിട്ടേ. ആകെ ടെൻഷനാന്നേ. എയർപോർട്ടിൽ നിന്ന് എങ്ങനെയാണ് വന്നേ? അപ്പോൾ ടാക്സി പിടിച്ചു പോന്നു. അപ്പോൾ മാലതി എടുത്തിയോ? അവള് മോളുടെ അടുത്തേക്ക് പോയി, പൂനെക്ക് പോയെന്ന് പറഞ്ഞു. ഓ അത് ശരി, അപ്പോൾ ഒറ്റയ്ക്കാണോ വന്നേ? എടാ ശിവ, നിനക്കെങ്കിലും വേണ്ടേടാ ഒരു സാമാന്യ ബോധം എന്ന് പറയുന്നത്. രാജീവൻ പണ്ടേ ചൂടൻ, അവനെ വിട്ടുകളാം, അത് നോക്കണ്ട. ഇപ്പം ബാലചന്ദ്രൻ വൈജയെ പറ്റിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അതിലെത്ര രോക്ഷം കൊള്ളാൻ അവൾ ആരാന്ന് ചോദിച്ചു. അവൾ ബാലചന്ദ്രനെ പറ്റിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. ഒരുത്തൻ്റെ കൂടെ കുറേ കാലം ജീവിച്ചില്ലേ, അവൻ്റെ കൊച്ചിനെ പ്രസവിച്ചില്ലേന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാത്ത കഥയൊന്നും അല്ലല്ലോ അത് എന്ന് ഇങ്ങനെ ഗംഗേട്ടൻ ചോദിക്കും. ഇവന്മാർ പിന്നെയും കുറുക്കന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. എല്ലാം അറിഞ്ഞുകൊണ്ട് ബാലചന്ദ്രനെ ചോദ്യം ചെയ്യുന്ന നിൻ്റെയൊക്കെ മൊണാലിറ്റി എന്തോന്നാടാന്ന് ചോദിച്ചു. പിന്നെ നീക്ക് എന്നത് ഇവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ പെങ്ങൾക്ക് കല്യാണത്തിന് മുന്നേ ഒരുത്തിൻ്റെ കൂടെ കഴിയാം, അവൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കാം, പ്രസവിക്കാം, ഒരു കുഴപ്പം അതിനൊന്നും ഇല്ല. പിന്നെ ബാലചന്ദ്രൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ തട്ടണം അല്ലേ? എന്ത് ധാർമ്മികതയാണ് അതൊക്കെ? ഈ എത്തിക്സ് ഇനി കിട്ടി. മൊണാലിറ്റി എന്നൊക്കെ പറയുന്നതേ ആദ്യം അവനവനുണ്ടോ എന്നാ നോക്കേണ്ടത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. എന്നിട്ട് വേണം മറ്റുള്ളവരെ പഴിക്കാനും കുറ്റപ്പെടുത്താനും. അതിപ്പോൾ വൈജയുടെ കഥ ബാലചന്ദ്രൻ അറിയാമെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ എന്ന് ശിവൻ പറയുമ്പോൾ അത് ബാലചന്ദ്രൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ വൈജയെ വിശുദ്ധയാക്കാമായിരുന്നല്ലേ? അപ്പോൾ ഗംഗേട്ടനല്ലേ അവൻ്റെ അടുത്തെല്ലാം പറഞ്ഞു കൊടുത്തത്. വല്ല കാര്യം ഉണ്ടായിരുന്നോ ആഗ്രയിൽ നടന്ന സ്റ്റോറി മുഴുവൻ അവൻ്റെ മുന്നിൽ വിസ്തരിക്കാനായിട്ട്? വൈജയെ ഒറ്റ കൊടുത്തത് ഗംഗേട്ടൻ ഒറ്റ ഒരുത്തനാണെന്നും പറഞ്ഞ് ഈ രാജ്യം വലിയ ഡയലോഗ് അടിക്കുന്നു. എന്നിട്ട് ഞങ്ങളെ ആ വിവരം നിങ്ങൾ അറിയിച്ചോ? ഇല്ലല്ലോ. അതിനുശേഷം ഗംഗേട്ടൻ ഇവിടെ ഒരു തവണ വന്നിട്ട് പോയില്ലേ, ബാലചന്ദ്രന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ? അപ്പോഴും ഗംഗേട്ടൻ പറഞ്ഞില്ലല്ലോ ഞങ്ങളോട് ബാലചന്ദ്രനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്ന്. എടാ രാജീവേ, എടാ ഒരു ദിവസം ബാലചന്ദ്രൻ ഭ്രാന്ത് പിടിച്ചതുപോലെ നീലഗിരിയിൽ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. എന്നിട്ട് ചോദിച്ചു കല്യാണത്തിന് മുൻപ് വൈജ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചോ എന്ന്. അപ്പം ഗംഗേട്ടൻ നിഷേധിക്കണമായിരുന്നു, ഇല്ലെന്ന് തറപ്പിച്ചു പറയണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിവേട്ടൻ വലിയ ഡയലോഗ്. അതിന് പകരം ഗംഗേട്ടൻ അവൻ്റെ മുന്നിൽ സത്യസന്ധനാവാൻ പോയി അല്ലേ?
അവൻ സകല തെളിവുകളോടും കൂടിയാണ് വന്നത്. നിഷേധിക്കാൻ പറ്റത്തില്ല ശിവ. ദേ, സറണ്ടർ ചെയ്യുകയല്ലാതെ എൻ്റെ മുന്നിലും മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ശിവേട്ടൻ ഇവന്മാരോട് പറയുക. അപ്പോൾ അവനവൻ പാര എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. ഗംഗേട്ടൻ തന്നെ സ്വന്തം പെങ്ങൾക്കും അനിയന്മാർക്കും പാര വെച്ചു. വൈജയുടെ എല്ലാ ചരിത്രവും അറിഞ്ഞിട്ട് നിൽക്കുന്ന അവൻ്റെ മുന്നിലോട്ട് നിങ്ങൾ വൈജയുടെ സദാചാരവും പ്രസംഗിച്ചുകൊണ്ട് ചെന്നാലേ അവൻ സമ്മതിച്ച് തരുമോ? ശോ, അവൻ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമുക്ക് പണിതുകൊണ്ടിരുന്നതല്ലേ എന്ന് ശിവൻ ചോദിക്കാം. ഒരു കുലുക്കവും ഇല്ല അവന്. എന്ത് പറഞ്ഞിട്ട് ഒരു കുലുക്കവും ഇല്ല. അപ്പം ഞങ്ങളോടൊരു വാക്കെങ്കിലും പറയാറുന്നില്ല ഗംഗേട്ട എന്ന് ചോദിക്കുമ്പോൾ അവൻ വൈജയുടെ അടുത്ത് പൊട്ടിത്തെറിച്ച് കുടുംബം തകർക്കുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ആരോടും ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്നും. വൈജയോട് ഇഷ്ടക്കേട് കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു സ്വാഭാവികമായ കാര്യം. കുറേ കഴിയുമ്പോൾ അവൻ അവളോട് പൊറുക്കാൻ കഴിയുന്നെങ്കിൽ പതിയെ പതിയെ അത് കൂടുതൽ ആരും അറിയാതെ തേഞ്ഞു മഞ്ഞ് പൊയ്ക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടാ നിങ്ങളോട് പോലും ആ കാര്യം പറയാതിരുന്നത് എന്ന് ഗംഗേട്ടൻ ഇവരോട് പറയൂ കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. ആ സമയത്ത് സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും വൈജയം കൂടി ചേർന്ന ഈ പ്രശ്നം ഇത്രയും വഷളാക്കി കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ആകെ ചെയ്ത കാര്യം ബെഡ്റൂം മാറി എന്നുള്ളത് മാത്രമാണെന്നും അയാളെ ചതച്ചവളുടെ കൂടെ അയാൾ ചെന്ന് കെട്ടിപ്പിടിച്ച് കിടന്നേ പറ്റുമെന്ന് ആർക്കായിരുന്നടാ എത്ര നിർബന്ധമെന്ന് ഗംഗേട്ടൻ അന്നേരം ഇവന്മാരോട് ചോദിച്ചു. ഇവന്മാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കട്ടോ, ഒന്നും മിണ്ടുന്നില്ലേ. അത് പിന്നെ അത് ഞങ്ങൾ അറിയാതെയാണോടാ? വൈജയുടെ പാസ്റ്റ് മുഴുവൻ അറിയാമായിരുന്നില്ലടാ നിനക്കൊക്കെ എന്ന് ഗംഗേട്ടൻ ഇവന്മാരോട് ചോദിച്ചു. അതിനിപ്പോൾ ബാലചന്ദ്രൻ പകരം ചെയ്തില്ലേ? അവനുണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു ബന്ധം. അതിലൊരു മകളും ഉണ്ടല്ലോ. തട്ടിക്കീഴ്ച നോക്കുമ്പോൾ വൈജയ്ക്കും ബാലചന്ദ്രനും പരസ്പരം ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ക്ഷമിച്ചാലും തീരത്തില്ലടാ എന്ന് പറയാം. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ അത്. അന്ന് 23 വർഷങ്ങൾക്ക് മുൻപ് വൈജ പ്രസവിച്ച കുഞ്ഞു മരിച്ചിട്ടില്ല എന്ന് ഗംഗേട്ടൻ ഇവന്മാരോട് പറയുന്നു. മരിച്ചിട്ടില്ലേ? മരിച്ചെന്ന് അച്ഛനും രാമുണ്ണി മാമയും കൂടി നമ്മളെ വിശ്വസിപ്പിച്ചതാണെന്ന കാര്യവും ഗംഗേട്ടൻ ഇവന്മാരോട് പറയുന്നു. അപ്പോഴേക്കും രാജീവന്റെ കണ്ണിങ്ങനെ ഉന്തി വരും ബൾബ് പോലെ. അത് മരിച്ചു പോയതാണല്ലോ എന്ന് ശിവൻ. അപ്പോൾ കള്ളമായിരുന്നടോ അത്. അതിനെ ഒരു ഓർഫണേജിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. അത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഗംഗേട്ടൻ പറയാം. അപ്പോൾ ദൈവമേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വീണ്ടും നോക്കുന്നു. അയ്യോ, ഇനിയിപ്പോൾ എന്നാ ചെയ്യും എന്നുള്ളതില്ല. വൈജ പ്രസവിച്ച കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നോ? അതെ, ജീവനോടെ ഉണ്ടെന്ന് മാത്രമല്ല, നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം മുന്നിലോ എന്നും പറയും ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. പിന്നെ ഇവന്മാർക്ക് ടെൻഷൻ, പേടി, വെപ്രാളം. ബാലചന്ദ്രൻ്റെ മകളല്ല അലീന, വൈജയുടെ മകളാണ് അലീന എന്ന് പറയുമ്പോഴേക്കും ഇവന്മാരുടെ കണ്ണിക്കൂടെയും ചെവിക്കൂടെയും വായിക്കൂടെയൊക്കെ പുക ഇങ്ങനെ പറന്ന് പോകട്ടോ. ഇവന്മാർ നടുങ്ങിപ്പോയി. ഗംഗേട്ടൻ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവന്മാർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ബാലചന്ദ്രൻ പറഞ്ഞ കഥയൊക്കെ കള്ളക്കഥയാണെന്നും അവന് വേറൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്നും അതിൽ ജനിച്ച കുട്ടിയാണ് എന്നൊക്കെ എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടാണ് അവൻ ഓരോന്നും പറഞ്ഞതും പ്രവർത്തിച്ചതും. നിങ്ങൾ പൊട്ടന്മാർ, പണ്ട ശിരോമണികൾ അവൻ്റെ ചരടുവലിക്കൊപ്പം തുള്ളിക്കൊണ്ടിരുന്നു. അപ്പോൾ അലീന വൈജയുടെ മകളാണോ എന്ന് രാജീവൻ ഇങ്ങനെ ഇവരോട് ഗംഗേട്ടനോട് ചോദിക്കുമ്പം അവൾക്കറിയാം വൈജ അവളുടെ അമ്മയാണെന്ന് അറിഞ്ഞിട്ട് തന്നെ അവൾ വന്നത്. പക്ഷേ അവൾ ആരോടും പറഞ്ഞില്ല. അച്ഛൻ അറിയായിരുന്നു വൈജയുടെ മകളാണെന്ന്. അതുകൊണ്ടാണ് അച്ഛൻ കഴക്കൂട്ടത്തെ ഓർഫണേജിൽ പോയി അലീനയെ കണ്ടതും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാനായിട്ടുള്ള ഏർപ്പാടുകളെല്ലാം നടത്തിയതുമെന്നും ഗംഗേട്ടൻ വള്ളി പുള്ളി വിടാതെ എല്ലാം അങ്ങ് പറഞ്ഞു. ഇവന്മാരുടെ അനന്തരവളാണ് നമ്മുടെ അലീന എന്നുള്ളത്. ഇത് കേട്ട് നടുങ്ങി വിറച്ച് നിൽക്കുന്ന രാജീവനെയും ശിവനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ അടാർ എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.